നമ്മുടെ ഈ ലോകകപ്പ് എന്ന് പറയുമ്പോൾ സമീപകാലത്തെ ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് മെസ്സിയും റൊണാൾഡോയും നെയ്മറുമായിരുന്നു. ഇപ്പൊ ഇപ്പൊ മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ 6 വേൾഡ് കപ്പ് കഴിഞ്ഞു. 6ാം വേൾഡ് കപ്പ് അവരുടെ അവസാനത്തേതാണെന്ന് നമ്മൾ പറയുന്നു. അവരിതുവരെ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ലോകകപ്പോട് കൂടി ഈ ഒരു ബ്രാൻഡുകളൊക്കെ പടിയിറങ്ങുകയാണ്. അപ്പൊ ഇനി ലോകകപ്പിന്റെ ബ്രാൻഡ് ആരാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എംബാപ്പെ ആ കസാര ഏതാണ്ട് ഇരിപ്പുറപ്പിച്ചു. പക്ഷെ എംബാപ്പയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എംബാപ്പയ്ക്ക് ഇടവും വലവും ആരൊക്കെ വരും, ഒരു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഒരു ഏകാധിപതിയായിട്ട് വാഴ നമ്മള് പിന്നെയും എംബാപ്പയ്ക്ക് ഡിക്റ്റേറ്റർ എന്നുള്ള പേര് വരും. അപ്പൊ അതിലപ്പുറത്തേക്ക് ഒരു ഇടവും വലവും അല്ലെങ്കിൽ എംബാപ്പയ്ക്ക് ഒപ്പം വാഴാൻ വേണ്ടിയിട്ട് ആരൊക്കെ ആയിരിക്കും ഒരു വേൾഡ് ബ്രാൻഡുകളുടെ അടുത്തൊരു വേൾഡ് കപ്പോട് കൂടി മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതകൾ? ഈ വേൾഡ് കപ്പിന്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇത്തരം ടൂർണമെന്റ് വരുമ്പോൾ വേൾഡ് കപ്പ് ആവട്ടെ, യൂറോ കപ്പ് ആവട്ടെ, കോപ്പ അമേരിക്ക ആവട്ടെ, നമ്മൾ അതിനകത്ത് ഒരു ടീനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യങ് പ്ലേയേഴ്സ്, നമ്മൾ അതുവരെ കാണാത്തൊരു പ്ലെയർ ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഇപ്രാവശ്യം നമുക്ക് അധികം അങ്ങനത്തെ പ്ലേയേഴ്സിനെ കണ്ടിട്ടില്ല. മിഡ്ഫീൽഡർമാരിലും പിന്നെ അതുപോലെ കുറച്ച് ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ 2018 എംബാപ്പെ വന്ന പോലെ, എംബാപ്പെ എന്ന ആ പേര് 2018 വരുന്നത് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. കാരണം അന്ന് ഈ നാട്ടിലെ പീഡികത്തിണ്ണുകളിലൊക്കെ ഉള്ള ചർച്ചകളിലൊക്കെ എംബാപ്പിനെ പറ്റി പറയുന്നത് അതാണ് ഏറ്റവും ഫുട്ബോളിൻ്റെ ഏറ്റവും രസമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ. അവിടെ ഡിസ്കഷനിലേക്ക് എംബാപ്പിനെ പിന്നെ പയ്യനെ പറ്റിയിട്ട് പിന്നെ ഭയങ്കരമായി ഡിസ്കഷൻ വരുന്നത്. ആക്ച്വലി അന്ന് എംബാപ്പിനെ നമുക്ക് അറിയാം, ഓൾറെഡി എസ് മൊണോക്കോലും പിന്നെ പേസിയിലൊക്കെ ആയിട്ട് നമുക്ക് അന്ന് ക്ലബ്ബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർ കാണുന്നപ്പോഴാണ് ഈ വേൾഡ് കപ്പിലാണ്. അപ്പോൾ ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയൊരു, അല്ലെങ്കിൽ ഒരു 4 വർഷം കൂടുമ്പോൾ കളി കാണുന്ന ആക്ച്വലി ആയിട്ടുള്ളൊരു സമയം മാറ്റി വെച്ച് കാണുന്ന ഫാൻസിന് കൊടുക്കാൻ പറ്റിയൊരു അങ്ങനത്തെ ഒരു സൂപ്പർ താരം മെറ്റീരിയൽസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അത് മാത്രമല്ല, പറഞ്ഞ പോലെ പിന്നെ ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ഇതിഹാസം പടിയിറങ്ങി കഴിഞ്ഞൊരു 2 പതിറ്റാണ്ട് അല്ലെ, 20 വർഷത്തോളം ലോക ഫുട്ബോളിൻ്റെ പോസ്റ്റർ പോയിരുന്നു ക്രിസ്ത്യാനോ അല്ലേ. അതിലിപ്പോൾ മെസ്സി ഉണ്ടായിരുന്നു. മെസ്സിൻ്റെ പക്ഷേ ഒരു പകുതി ക്രിസ്ത്യാനോ ഏതായാലും ഇല്ലയെന്ന് പറഞ്ഞ് അതേ ഇറങ്ങി കഴിഞ്ഞു. ഒരു പക്ഷേ മെസ്സിയും ഈ വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ ഏതായാലും അദ്ദേഹം റിട്ടയർ ചെയ്യാൻ സാധ്യതയുണ്ട്. നേടിയാൽ തന്നെയും അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിലേക്ക് ഉണ്ടാകുന്ന കാര്യം സംശയമാണ്. മെസ്സിൻ്റെയും കരിയറിൻ്റെ സായാഹ്നമാണ്. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ അദ്ദേഹം 43 വയസ്സൊക്കെ കളിക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. നെയ്മറും പിന്നെ റിട്ടയർ ആയി കഴിഞ്ഞു, അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ പോസ്റ്റർ ബോയ്സ് ആരുമില്ല. പിന്നെ മുഹമ്മദ് സലാം ആണല്ലോ. മുഹമ്മദ് സലാം അങ്ങനത്തെ ഒരു സൂപ്പർ താരപദവി പറയാനും പറ്റില്ല. അതെ, അങ്ങനെ ഒരു സംഗതിയാണുള്ളത്. അപ്പോൾ ഒരു ശൂന്യതയിലേക്കാണ് ഫസി പറഞ്ഞ പോലെ ഒരു ശൂന്യതയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ. നമുക്ക് ക്രിസ്ത്യാനോൻ്റെ അപ്പുറത്ത് മെസ്സിയുള്ള പോലെ എംബാപ്പയ്ക്ക് അപ്പുറത്ത് ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ വേൾഡ് കപ്പിൽ നമുക്കത് നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിട്ടുള്ള പോസ്റ്റർ ബോയ്സ് ഒരാൾ ലമീൻ യമാലായിരുന്നു അല്ലേ. ഷെമാലിന് പറഞ്ഞ പോലെ അദ്ദേഹം സ്പെയിനിൻ്റെ തൻ്റെ ടീമിൻ്റെ ടാക്ടിക്സിന് ആവശ്യമായ തരത്തിലുള്ള ഒരു റോൾ നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ളൊരു സെലിബ്രേഷനിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. ഗോളുകൾ കാര്യമായിട്ട് നേടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലേ. പിന്നെ വേറെ പ്ലേയേഴ്സ് ആരാളുള്ളത്? ആളുകൾ പറയുന്നത് വിനീഷ്യസ് നമുക്ക് ഏതായാലും പറയാണ്ട് വരാം. വിനീഷ്യസ് പ്രാവശ്യം പിന്നെ അതിഗംഭീരമായി തന്നെ പെർഫോം ചെയ്തു. പിന്നെ നമ്മൾ ബ്രസീലിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത് നെയ്മർ എന്ന് പറയുന്ന പേര്. ഇപ്പോൾ നെയ്മർ ഇല്ലാതെ തന്നെ ടീമിനെ ഒറ്റ ക്യാരി ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു സംഗതി വിനീഷ്യസിന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്, ഗോൾ ഉണ്ടാക്കുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ ഒരു പോസ്റ്റർ ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, വിനീഷ്യസിനുണ്ട്. അതല്ലാതെ പിന്നെ കളിക്കാർ നോക്കുമ്പോൾ പിന്നെ കാര്യമായിട്ടും അങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് പിന്നെ ജൂഡ് ബെല്ലിംഗാമിന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബെല്ലിംഗാം ഇപ്പോൾ റയൽ മാഡ്രിഡിലാണ്, അവിടെ പിന്നെ ഒരു താരമായി വന്നേക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്ന് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ഡിസ്പ്ലേ ആയിട്ട് വരാൻ പറ്റുക കളിക്കാർ ഇപ്രാവശ്യം ഉണ്ടായാലും ദൗർഭാഗ്യമായിട്ട് തോന്നി. ഇതിപ്പോൾ ക്ലബ് ഫുട്ബോൾ നോക്കുമ്പോൾ നമുക്ക് മറ്റേ ഹാലൻഡ് എംബാപ്പെ ഡിബേറ്റാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഹാലൻഡിൻ്റെ കാര്യം പറയുമ്പോൾ നോർവേ അടുത്ത വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. നോർവേക്ക് പ്ലെയേഴ്സ് ഉണ്ട്, നോർവേക്ക് അടുത്ത വേൾഡ് കപ്പിൽ പ്രോസ്പെക്റ്റ് ഉണ്ട്. ആന്റോണിയൂസ, ഓഡേഗാർഡ് പോലത്തെ ഇനി വരാൻ പോകുന്ന ജനറേഷൻ നല്ലതായിരിക്കാം നോർവേയുടെ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസ് കണ്ടിട്ടാണല്ലോ അടുത്ത വേൾഡ് കപ്പിലേക്ക് ഇനി പ്ലെയേഴ്സ് വരിക നോർവേയുടെ. സോ നോർവേ അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത വേൾഡ് കപ്പിൽ എംബാപ്പെ ഹാലൻഡ് ഒരു പോരാട്ടം കാണാൻ പറ്റുള്ളൂ. പക്ഷേ വേറെ ഒന്നുണ്ട്, ഹാലൻഡ് എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് വേൾഡ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ എന്ന പേര് പോലെ തന്നെ പതിയാനാണ് സാധ്യത. കാരണം ക്രിസ്ത്യാനോ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കേളിശൈലി ഉണ്ട്, അതല്ല അദ്ദേഹം നല്ല പ്ലെയറാണ്, ഒരു പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ്, ശരി. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറേ ഫാക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ഈ സെലിബ്രേഷനിലുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക്, അതുപോലെ അദ്ദേഹത്തെ പറ്റി ചുറ്റിപ്പറ്റി വരുന്ന കുറേ കഥകൾ അല്ലേ, കുറേ എന്താ പറയുക സൂപ്പർ സ്റ്റാർസും വരുന്ന കുറേ ഹ്യൂമാനിറ്റേറിയൻ കഥകളാവട്ടെ, ഹീറോയിക്സ് ആവട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ ഹമ്പിൾ ബിഗിനിങ് തുടങ്ങിയിട്ട് ഒരു സൂപ്പർ താരമായി മാറിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, ഇതിൽ കുറേ സാധനങ്ങൾ പിന്നെ ഇയാൾക്കും കൊടുക്കുന്നുണ്ട്, പിന്നെ എംബാപ്പെ കൊടുക്കുന്നുണ്ട്. എംബാപ്പിനെ പറ്റി നമ്മളന്ന് അന്യഗ്രഹിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. എംബാപ്പിലെ ഹാളണ്ടിനെ പറ്റി പറയുന്നത് കൊണ്ട് പിന്നെ അന്യഗ്രഹജീവി എന്ന തരത്തിലാണ് പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ ഒക്കെ കാണിക്കുന്നത്. അയാളൊരു അതിമാനുഷ്യനാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പിന്നെ സൂപ്പർ ഒരു മെഷീനാണ് തരത്തിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ യങ് ജനറേഷന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെറ്റീരിയൽ,
എന്താ പറയുക ഒരു സൂപ്പർ നാച്ചുറൽ മെറ്റീരിയൽ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിനെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു പോസ്റ്റർ പോയിത്തර അയാൾക്കുണ്ട്. അതിനെ പറ്റി ഫിസിക്കുണ്ട്, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റൈലുണ്ട്, ആ ഒരു എന്താ പറയുക സ്വാഗ് ഉണ്ട്, ആ ഓറുണ്ട്. സ്വാഭാവികമായിട്ടും ആ തരത്തിൽ പിന്നെ ഹാളണ്ട് അതിന് ക്വാളിഫൈഡ് ആണ്. അദ്ദേഹം ഗോളുകൾ കളിക്കുന്നുണ്ട്, നമ്പേഴ്സും ഉണ്ട്. ക്രിസ്ത്യാനൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നമ്പേഴ്സ് എന്ന് ക്രിസ്ത്യാനോയുടെ പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോഴും ക്രിസ്ത്യാനോ നമ്പേഴ്സിലാണ് 1000 ഗോൾ തേക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനോയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നോർവേക്ക് അടുത്ത യൂറോകപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ ചെയ്യണമെന്നില്ല, ഒരു ക്വാർട്ടറിലൊക്കെ എത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു മാക്സിമം സെമിയിലേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ ഹരി പറഞ്ഞ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ എംബാപ്പെ വേഴ്സസ് ഹാളണ്ട് എന്നല്ല, ഒരു ഫുട്ബോളിലെ ഒരു സൂപ്പർ താരമായിട്ട് എംബാപ്പെ വരും, ഹാളണ്ട് വരും. എംബാപ്പെ വേഴ്സസ് ഹാളണ്ട് വേണമെങ്കിൽ അതിനകത്ത് സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് എന്ന സംഗതി കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ഈ അടുത്തൊരു ഇപ്പോൾ പെപ്പ് സിറ്റിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി സിറ്റിയെ എങ്ങനെയാണ് സിറ്റിൻ്റെ ഒരു ഇവോൾവ്മെൻറ്റ് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സിറ്റി പിന്നെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഒരു ടോപ്പ് എന്താ പറയുക സ്ഥലങ്ങളിൽ എത്തുകയാണെങ്കിൽ, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ വലിയ ലെവലിൽ എത്തുകയാണെങ്കിൽ, റയലും അവിടെ എത്തുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിഗ് പ്ലെയേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റുകളിലൊന്നിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതായത് സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. ആ സമയത്ത് പോർച്ചുഗൽ കളിക്കേണ്ടിയിരുന്ന അടുത്ത ക്വാർട്ടർ ഫൈനലിൻ്റെ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഡിപ്പായി. അതായത് റൊണാൾഡോ എന്നുള്ള പ്ലെയറിനെ പ്രതീക്ഷിച്ച് ഇവർ വെക്കുന്നൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ ആളുകൾ വരില്ല എന്ന് ഉറപ്പാകുമ്പോൾ അത് കുറയ്ക്കുന്നുണ്ട്. പക്ഷെ മറുപുറത്ത് സ്പെയിൻ ക്വാളിഫൈ നമ്മുടെ യമാൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് യമാൽ നിലവിലുള്ളൊരു ഫോം കാരണമാണ് യമാലിന് ആ ഒരു ക്വാളിറ്റി മാച്ച് ചെയ്യാൻ പറ്റാത്ത. ഒരു പക്ഷേ ഗ്രാജുവലി അടുത്തൊരു വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ ടിക്കറ്റ് പ്രൈസിനെ പോലും ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാർഡത്തിലേക്ക് യമാൽ നാഷണൽ ടീമിനൊപ്പം വളരുമോ? ഓഫ് കോഴ്സ് യെസ്. അതായത് നമ്മളത് കാണുന്നതാണ്. നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ മെസ്സി ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ബാഴ്സയിലത്തെ ആ ഒരു വളർച്ചയും ബാഴ്സയിൽ അദ്ദേഹം കാണിക്കുന്ന യമാൽ കാണിക്കുന്ന ആ ഒരു പെർഫോമൻസൊക്കെ വെച്ചിട്ട്. പക്ഷേ ഞാനാണെങ്കിൽ മെസ്സി ആദ്യമായി നാഷണൽ ടീമിൽ വരുന്നതും അർജൻറ്റീന നാഷണൽ ടീമിൽ വരുന്നതും അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് വരുന്നതും യമാൽ തൻ്റെ ആദ്യ വേൾഡ് കപ്പിലേക്ക് വരുന്നതും രണ്ട് ഡിഫറെൻറ്റ് റോൾസ് ആയിട്ടാണ്. അതായത് മെസ്സി അന്ന് വരുന്നത് അർജന്റീന ടീമിലെ ഒരു യങ് പ്രോസ്പെക്റ്റ് ആയിട്ടാണ്. ഒരു ലോക ഫുട്ബോളിലേക്ക് ആദ്യമായ ഒരു പയ്യൻ വരുന്നു എന്നുള്ള ഇതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരുന്നു അർജന്റീന ടീമിൽ. പക്ഷേ യമാൽ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പോൾ ആ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലാണ് സ്പെയിനിൻ്റെ ഒരു പ്രതീക്ഷ എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് മീഡിയാസ് അല്ലെങ്കിൽ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പ്രഷർ യമാലിനെ ബാധിച്ചിട്ടുണ്ടാവാം. ഓഫ് കോഴ്സ് 18 വയസ്സുകാരനാണ്. അപ്പോൾ ആ ഒരു പ്രഷർ യമാലിനെ എന്തുകൊണ്ടും ബാധിച്ചിട്ടുണ്ടാവാം. പിന്നെ സ്പെയിനിൽ എനിക്ക് തോന്നുന്നു സ്പെയിനിലുള്ള ബാഴ്സയിൽ കിട്ടുന്ന ആ ഒരു എനിക്കൊരു ഫ്രീഡം ചിലപ്പോൾ സ്പെയിനിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല ആ ഒരു വിങ് പ്ലേയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂറോയിലെ ബെസ്റ്റ് പാർട്ട്ണർ ഫേവറേറ്റ് പാർട്ട്ണർ നിക്കോ വില്യംസ് ഇഞ്ചേർഡാണ്. അപ്പം അങ്ങനത്തെ ചില ഫാക്ടേഴ്സ് ലമീൻ യമാലിനൊരു ചെറിയൊരു ഡിപ്പ് വരുത്തേക്കാം. പക്ഷേ അടുത്തൊരു വേൾഡ് കപ്പിന് പറഞ്ഞാൽ 4 വർഷം കൂടിയും കഴിയും. ഇപ്പോൾ ഈ 18 വയസ്സിലെ യമാൽ ഇത്രയും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 വർഷത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന മെച്യൂരിറ്റി, അതുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്, ഡെവലപ്മെൻറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 2030 വേൾഡ് കപ്പ് ഒന്നാമത് നടക്കാൻ പോകുന്നത് സ്പെയിനിലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യമാലിനും സ്പെയിനും ഒരേപോലെ ഹൈപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത വേൾഡ് കപ്പിൽ. ഇപ്പോൾ നമ്മൾ അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ള വെച്ചാൽ നമ്മളിപ്പോൾ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തെ പറ്റി പറയുമ്പോഴും നേരത്തെ ഹരി പറഞ്ഞ പോയിട്ടുണ്ട്. ഇപ്പോൾ എംബാപ്പെ 20 മാച്ചിൽ നിന്നാണ് മെസ്സിയുടെ ഓൾ ടൈം 6 വേൾഡ് കപ്പ് മെസ്സി ഉണ്ടാക്കിയ റെക്കോർഡിന്റെ കൂടെ ഈക്വൽ ചെയ്തിട്ടുള്ളത്. അല്ലേ? ഈക്വൽ ചെയ്തല്ലേ? തൊട്ടടുത്തെത്തിയിട്ടുള്ളത്. മിക്കവാറും ഒരു സംശയം വേണ്ട, അടുത്ത വേൾഡ് കപ്പ് എംബാപ്പെ കളിക്കുകയാണെങ്കിൽ ആ റെക്കോർഡ് പഴങ്കഥയാവും ചെയ്യും. എന്നാൽ മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിലുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ സംഗതി എംബാപ്പെ. അദ്ദേഹത്തിൻ്റെ പിന്നെ മെസ്സിയുമുള്ള കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത്. മെസ്സി വേറെ എംബാപ്പെ വേറെ. എന്നാൽ പോലും നമ്പേഴ്സ് നോക്കുമ്പോൾ സിംപ്ലി മറികടക്കും. ഇതേപോലെ തന്നെ 2006 എന്താ പറയുക സെർബിയക്കെതിരെ ആണ് മെസ്സി ആദ്യമായിട്ട് സബ്ബായിട്ട് വേൾഡ് കപ്പിൽ ഡെബ്യൂ ചെയ്യുന്ന എൻ്റെ ഓർമ്മ. ആ കളിയിൽ അദ്ദേഹം ഒരു ഗോളിക്കാൻ ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്, ഗസ്പോക്കർ അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. നല്ല കളി ആയിരുന്നു അന്ന്. അപ്പോൾ പോലും നമ്മൾ സൂപ്പർ താരമല്ല, ഒരു വേൾഡ് കപ്പിൽ പൂർണ്ണമായിട്ട് ഇതിന് സൂപ്പർ താരമായിരുന്നില്ല. പക്ഷേ പറഞ്ഞ പോലെ ഇന്ന് നോക്കുമ്പോൾ അന്ന് ബാഴ്സലോണ നോക്കുകയാണെങ്കിലും അന്നത്തെ പിന്നെ മെസ്സി നമ്പേഴ്സ് ലെസ് ആയിരുന്നു. പക്ഷേ ഇന്ന് പിന്നെ യമാലിൻ്റെ നമ്പേഴ്സ് നോക്കുങ്ങൾ ബാഴ്സയിലായാലും സ്പെയിനിലായാലും അയാൾ പ്രൊമിനൻ്റ് പ്ലെയറായി മാറിക്കഴിഞ്ഞു. 18 വയസ്സിലെ മെസ്സിയേക്കാൾ മുകളിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് യമാലുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ പിന്നെ അദ്ദേഹത്തെ ഫേവർ ചെയ്യുകയാണെങ്കിൽ, വിധി അദ്ദേഹത്തിന് അനുഗ്രഹമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ എന്നല്ല ഓൾമോസ്റ്റ് പിന്നെ വലിയ പരിക്കുകളൊന്നും കരിയറിൽ അലട്ടാതിരിക്കുകയാണെങ്കിൽ
അടുത്ത സൂപ്പർ താർ മെറ്റീരിയൽസ് ഒരാൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എംബാപ്പെ വേഴ്സസ് യമാൽ എന്നുള്ളതിലേക്ക് രണ്ടുപേരും സ്പെയിൻ. നമ്മൾ ഈ മെസ്സി റൊണാൾഡോ ഒരു ഫൈറ്റ് വന്ന എവിടെ നിന്നാണ്? രണ്ടുപേരും ലാലിഗയിലുള്ള ആ ഒരു ഇതിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ബാഴ്സ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതേ സംഗതി, അതേ ഒരു റിപ്ലിക്ക്, അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇവിടെ വരുന്നത്. ബാഴ്സ റയൽ യമാൽ എംബാപ്പെ എന്ന് പറഞ്ഞ സംഗതി വരുന്നത്. അപ്പോൾ അത് ഒരു വലിയ സംഭവം തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പിന്റെ പോസ്റ്റർ ബോയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പം മെസ്സി, റൊണാൾഡോ, നെയ്മർ ഒക്കെ അറ്റാക്കേഴ്സ് ആയിരുന്നു. ആ സമയത്ത് പോലും നമ്മൾ അതേപോലെ വാല്യൂല് സെലിബ്രേറ്റ് ചെയ്യേണ്ടിയിരുന്ന കുറച്ച് പേരുകളുണ്ടായിരുന്നു. ഒന്ന് മോഡ്രിച്ച് ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ വാൻ ഡൈക്ക് എന്നുള്ള താരം ഒരു വേൾഡ് കപ്പിലെ സെലിബ്രേഷൻ അല്ലെങ്കിലും സമീപകാലത്ത് നന്നായി കൺസിസ്റ്റന്റ് പെർഫോമൻസ് നടത്തുന്ന താരം. ഈ താരങ്ങളുടെ ഒക്കെ പൊസിഷൻ ഈ ഒരു പോസ്റ്റർ ബോയ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ അവരെ പിന്നോട്ടേക്ക് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം ജൂഡ് ബെല്ലിംഗ്ഹാം ആയാലും മൈക്കൽ ഒലീസെ ആയാലും ഒക്കെ അവരവരുടെ കഴിവെന്തെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനിയും ഒരുപാട് കാലവും മുന്നിലുണ്ട്. അപ്പം ഈ താരങ്ങളുടെ ഒരു സാധ്യത എന്തായിരിക്കും അടുത്തൊരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ? അപ്പോൾ ഒലീസ ആണെങ്കിൽ നമുക്കറിയാം അസിസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കാണ്. അതുപോലെ ബെല്ലിംഗ്ഹാം ആണെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു മിഡ്ഫീൽഡർമാർ വരും കാലത്ത് ഇപ്പം ക്ലബ്ബുകളിലാണെങ്കിൽ അവർ പ്രോമിനന്റ് ക്ലബ്ബിലാണ്, നാഷണൽ ടീമും അതെ. അപ്പം എന്തായിരിക്കും അടുത്തൊരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഇവരുടെ റോളുകൾ? തീർച്ചയായിട്ടും അവരും പറഞ്ഞ പോലെ നമ്മൾ അങ്ങനത്തെ ഓരോ വേൾഡ് കപ്പിൽ വരുമ്പോഴും ഈ സൂപ്പർ താരങ്ങൾ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന് കൂടെ തന്നെയുള്ള സെലിബ്രിറ്റി ചെയ്യപ്പെടാത്ത എന്നാൽ പിന്നെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കളിക്കാരെ പറയും. ഇപ്പം 2010 വേൾഡ് കപ്പ് സമയത്ത് അർജന്റീനയുടെ കോച്ച് അന്ന് മറഡോണ ആയിരുന്നു. മറഡോണ അന്ന് പറഞ്ഞ ടീം പ്രഖ്യാപനത്തെ പറ്റി പറഞ്ഞ രസകരമായ ഒരു കോട്ടുണ്ട്. ജോനാസ് ഗുട്ടിറസും അതുപോലെ മസ്കരാനയും പിന്നെ 9 പേരുമായിരിക്കും എൻ്റെ ടീം എന്ന് അദ്ദേഹം പറഞ്ഞു. മെസ്സി പോലും പറയുന്നില്ല. ജോനാസ് ഗുട്ടിറസ്, മസ്കരാന, പിന്നെ 9 പേര് എന്ന് പറഞ്ഞാൽ ഈ 2 കളിക്കാർക്കും. അന്ന് ഗുട്ടിറസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹത്തെ ഫിറ്റ്നസ് സ്റ്റാമിനയായിരുന്നു മറഡോണ എന്ന് പറഞ്ഞത്. മസ്കരാന നമുക്കറിയാം ആ ടീമിന് ഉണ്ടാക്കുന്ന ഒരു കോമ്പാക്ട് ടീംസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഈ ഓരോ ടീമിനും ഒരുപക്ഷെ പിന്നെ മെസ്സിയേക്കാൾ അല്ലെങ്കിൽ റൊണാൾഡോയേക്കാൾ അല്ലെങ്കിൽ എംബാപ്പയേക്കാൾ പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്ലേയേഴ്സ് ഇവിടെ വേറെ പൊസിഷനിലുണ്ടാവും. ഞാൻ 2010 പറഞ്ഞു വന്ന് പിന്നെ എന്താ പറയുക നമ്മുടെ ക്യാൻ്റെ അതുപോലെ നമ്മളെ എന്താ പറയുക പോഗ്ബ ആ ദ്വയമായിരുന്നു ഫ്രാൻസിനെ നയിച്ചത്. പക്ഷെ നമ്മളാരും പോസ്റ്റേഴ്സിലോ അല്ലെങ്കിൽ സെലിബ്രേഷനിലോ അധികം കാണുന്നില്ല. അത് ഈ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഈ ഷോ ബിസിനസ്സിൻ്റെ ഗതികേടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഗോൾ അടിക്കുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഫൈനൽ തേർഡിൽ അറ്റാക്ക് ചെയ്യുന്നവരെ മാത്രമേ ക്ലോസപ്പിൽ കാണുന്നുള്ളൂ. സ്കോർ ഷീറ്റിൽ പേര് വരണം. അവരുടെ മുഖങ്ങളാണ് നമ്മൾ വലുതായി കാണുന്നത്. അവർ ആഘോഷിക്കുമ്പോൾ അവർ ക്രിസ്ത്യാനോയുടെ സെലിബ്രേഷനാണ് കാണുന്നത്, അല്ലെങ്കിൽ മെസ്സിൻ്റെ ഈ ആകാശത്തേക്ക് കഴിച്ചുകൊണ്ടുള്ളത് നമ്മൾ കാണുന്നത്. അതേസമയം അതിനൊരു മനോഹരമായ അസിസ്റ്റ് കൊടുത്തൊരു പ്ലെയർ ഇപ്പോൾ സെർജിയോ ബുസ്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിലെ നമ്പർ 1 നമുക്കൊരു അസാമാന്യമായ ഒരിക്കലും നമ്മുടെ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റിയൊരു പ്ലെയറാണ്. പിന്നെ എന്താ പറയുക ബുസ്കറ്റ്സ്. ആരെങ്കിലും ബുസ്കറ്റ്സിനെ പറ്റി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ക്ലോഡ് മക്കലേലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയെ തന്നെ മാറ്റി മറിച്ച പ്ലെയറാണ് ഈ മക്കലേലി നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ അതൊരു ഗതികേടാണ് ഈ പ്ലേയേഴ്സിൻ്റെ. അതേപോലെ തന്നെ സിദാൻ ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുക ക്യാമറകളുടെ പിന്നെ എന്താ പറയുക സൂമിനിൽ വരുന്നുണ്ട്. മറഡോണ ഒരു ക്രിയേറ്റീവായി കളിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ ക്യാമറ സൂമിനിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഗോൾ അടിക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ തേർഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്യാമറകളുടെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കളിക്കാർക്ക് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ളൊരു പിന്നെ ഇത് കിട്ടും. അത് നമുക്ക് ഫുട്ബോൾ നല്ല ജീവിതത്തിൽ തന്നെ അങ്ങനെയല്ലേ, എപ്പോഴും ആരാണ് പിന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക? റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ആ റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുടെ പിന്നിൽ അധ്വാനിച്ച ഒരു വലിയ ഒരു നിശബ്ദരായ പോരാളികളുണ്ടാവും. അത് മനുഷ്യ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികേടാണ്. അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കളിക്കാരെ പറഞ്ഞ പോലെ ഈ കളിക്കാരാണ് ശരിക്കും ഫുട്ബോളിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇല്ലെങ്കിൽ ആ ടീം ഈ ലെവലിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒലീസ് ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ എംബാപ്പയ്ക്കാണെങ്കിലും പിന്നെ എന്താ പറയുക ഡെമ്പലേക്ക് ഗോൾ അടിച്ച് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഒലീസ് പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നി ഈ വേൾഡ് കപ്പിൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഫുഡ് വർക്ക് കൊണ്ടും ഡ്രിബ്ലിംഗ് കൊണ്ടൊക്കെ ഒരു ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. ബയൺ മുണിക്ക് കളിക്കുന്നതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാർഡൊക്കെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെല്ലിംഗ്ഹാമിനേക്കാൾ ഒരു പടി ഈ ഷോ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇയാൾക്ക് ഒലീസിനെ കിട്ടാൻ സാധ്യതയുണ്ട്. ബെല്ലിംഗ്ഹാം കഠിനാധ്വാനിയാണ്, നിരന്തരം അധ്വാനിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് പിന്നെ ഈ ഹാർഡ് കോർ ഫുട്ബോൾ ഫാൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നവരല്ലാതെ സാധാരണ ഫാൻസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അത് ഗതികേടെന്നേ പറയാനുള്ളൂ. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻറ്റേജ് കൂടി അത് പറയേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ കുറേ ഗോൾ അടിച്ച് കൂട്ടുന്ന കുറേ ബോൾ കയ്യിൽ നിൽക്കുന്ന പ്ലെയേഴ്സിനാണ്. ഒലീസയുടെ വേറെ സംഭവമുണ്ട്. ഒലീസയ്ക്ക് ഒരു വേൾഡ് കപ്പ് ഒരു സിംഗിൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരം പെലെയാണ്, 6 അസിസ്റ്റ്. ഒലീസയ്ക്ക് ഇപ്പോൾ തന്നെ 5 ആയിട്ടുണ്ട്. ഇനി അടുത്ത 2 മാച്ചസിൽ അത് മിക്കവാറും ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഒലീസ അങ്ങനെ റെക്കോർഡ്. പിന്നെ ഇംഗ്ലണ്ടിന് ഇപ്പോൾ നമ്മൾ പറയും അർജന്റീനയുടെ കാര്യം പറഞ്ഞു, മെസ്സി മാത്രമാണ് ഗോൾ നേടുന്നത്. മെസ്സി അല്ലാതെ മറ്റൊരു താരം ഗോൾ നേടിയത് ലോസെൽസോ അല്ലെങ്കിൽ പിന്നെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ലോസെൽസോ പിന്നെ മാർട്ടിനസും ഒരു ഗോൾ നേടിയിട്ടുണ്ട്. പക്ഷെ മറ്റേ ഇംഗ്ലണ്ടിന്റെ കാര്യം എടുക്കുമ്പോൾ കെയ്നും അടിച്ചിട്ടുണ്ട്, അതുപോലെ ബെല്ലിംഗ്ഹാം അടിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെ കാര്യം പറയുമ്പോൾ എംബാപ്പെ അടിച്ചിട്ടുണ്ട്, ഡെമ്പലെ അടിച്ചിട്ടുണ്ട്, ഒലീസെ ഗോൾ അടിച്ചിട്ടില്ല പക്ഷെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ
അതുപോലെ കെയ്ൻ മാത്രമല്ല ഇംഗ്ലണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ബെല്ലിംഗ്ഹാമിന് ഈ ഒരു ടൂർണമെന്റിൽ പറ്റിയിട്ടുണ്ട്. ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. അതായത് ബെല്ലിംഗ്ഹാമിന്റെ ഫാദർ എന്ന് പറയുന്ന ആള് നോൺ ലീഗ് ഫുട്ബോളറായിരുന്നു. നോൺ ലീഗ് ഫുട്ബോളിലെ പെലെ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഗോൾ സ്കോറിങ് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ബെല്ലിംഗ്ഹാമിന്റെ സെലിബ്രേഷൻ നമുക്കറിയാം. ബെല്ലിംഗ്ഹാം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആ ഒരു സെലിബ്രേഷൻ വെച്ചിട്ട്. സോ ബെല്ലിംഗ്ഹാമും എനിക്ക് തോന്നുന്നത് ഈ ഒരു വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ, ഫൈനലിൽ വരെത്തുകയാണെങ്കിൽ ബെല്ലിംഗ്ഹാമും ആ ഒരു ലെവലിലേക്ക് എത്തും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സംഭവത്തിൽ ഇപ്പോഴത്തെ ഈ ഷോ ബിസിനസ് പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് റീലുകളാണ് അല്ലേ. റീൽസിൽ ഇപ്പോൾ വേണ്ട സംഗതികൾ ഒരു സാധനം ഡ്രിബ്ലിംഗ് റീൽസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡ്രിബിൾ ചെയ്തു അല്ലെങ്കിൽ ഒരു ഓപ്പണറിനെ പാസ് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്യുന്നൊക്കെ ഒരു വലിയ കാര്യമാണ്. സെലിബ്രേഷൻ ചെയ്യുക, സെലിബ്രേഷൻ എൻ്റെ അടുത്തത്. പക്ഷേ ഇതാണ് ഈ സ്കില്ലുകളൊക്കെയാണ് കാര്യമായിട്ടും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇതെന്താണെന്ന് ചോദിക്കുന്നത് ലെവലിൽ. അപ്പോൾ ഈ റീൽസുകളിൽ തിറങ്ങാൻ പറ്റിയുള്ള കളിക്കാർക്കായിരിക്കും ഇനിയുള്ള കാലത്ത് ഈ ഒരു സൂപ്പർ താര പദവി കിട്ടുക. അല്ലാത്ത കളിക്കാർ കഠിനമായിട്ട് അധ്വാനിക്കുന്നല്ലാതെ ഒരു ഇത് കിട്ടുകയുള്ള നല്ല വല്ല കോട്സ് പറയാ, നല്ല ഡയലോഗുകൾ പറയാ പ്രസ് കോൺഫറൻസിൽ. അങ്ങനെ അതിലിപ്പോൾ നിങ്ങൾ ഈ നമുക്കറിയാം ബാഴ്സലോണന്റെയും അതുപോലെ എന്താ പറയാ ഈ നെതർലൻഡ്സിന്റെയും ഒരു എഞ്ചിൻ റൂം എന്ന് പറയുന്നത് ഫ്രാങ്കി ഡി യോങ് അല്ലേ. നല്ല വർക്കായിട്ടുള്ള പ്ലെയറാണ്. അയാളുടെ ശൈലിനെ പറ്റി പല വിമർശനങ്ങളുണ്ടാവും. പക്ഷേ അയാൾ ആ ടീമിൻ്റെ പ്രധാനപ്പെട്ട പ്ലെയറാണ്. പക്ഷേ അയാൾ നമ്മൾ പിന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ കളിയിൽ നമ്മൾ കാണൂല. കാരണം വെച്ചാൽ അയാളുടെ ഒരു പൊസിഷനിങ്, അയാൾ ബോൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പാറ്റേണൊക്കെ വേറെയാണ്. നമുക്ക് അദ്ദേഹത്തെ അത് സൂം ചെയ്യാൻ ഇത് കിട്ടൂല. അത് അയാൾ ഗതികേടാണ്. അതേസമയം തന്നെ അറ്റാക്കിങ് തേർഡിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഡ്രിബിൾ ചെയ്യാനും കുറച്ചും കൂടി ത്രസിപ്പിക്കാനും പറ്റും. അവരായിരിക്കും സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. നമ്മൾ ഈ ബിഗ് ടീംസിലെ യങ് പ്ലേയേഴ്സിനെ എവിടെയും കണ്ടില്ല. അപ്പം എംബാപ്പെ അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് 18 ഞാൻ വിശ്വസിക്കുന്നത് അത് ഫ്രാൻസിലായോണ്ടാണ്. മറ്റൊരു ടീമിലാണെങ്കിൽ അദ്ദേഹം അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നെങ്കിലും നമ്മൾ ഇത്രമേലൊരു ഹൈപ്പ് കൊടുത്ത് അയാളെ കൊണ്ടുവരില്ലായിരുന്നു. ഇപ്പം ഈ വേൾഡ് കപ്പിലാണെങ്കിൽ ഇപ്പൊ അയൂബൌദ്ദീനെ പോലുള്ള താരങ്ങൾ വരുന്നുണ്ട്, മാൻസാബിയെ പോലുള്ള താരങ്ങൾ സ്വിറ്റ്സർലാൻഡിന്റെ നിരയിലുണ്ട്. അത്തരത്തിലുള്ള താരങ്ങൾ ഇത്രയും നമ്മുടെ എംബാപ്പയോളം സെലിബ്രേറ്റ് ചെയ്തത് ആ ടീം ഒരു നമ്മൾ പറയുന്ന ടോപ്പ് 8 വരാത്തോണ്ടല്ലേ. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ ബോധ്യമാണ് ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിന്റെ ഒരു ഫൈൻഡിങ്സ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു റോൾ ഉണ്ടല്ലോ, ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞ റോൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഫുട്ബോളിൽ ഏറ്റവും ആധുനിക ഫുട്ബോൾ പ്രത്യേകിച്ചും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പണ്ടേ ഒരു മിഡ്ഫീൽഡർമാരാണ് ഫുട്ബോൾ ടീം മൈതാനത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ്. ഇപ്പോൾ ഈ കാലത്ത് പ്രത്യേകിച്ചും ഇത്ര പ്രസ്സും ഇത്ര ഹൈ അറ്റാക്കൊക്കെ വരുന്ന കാലഘട്ടത്തിലും അത്ര കൂൾ ആൻഡ് കാമായി കളിക്കുന്ന അത്രയും പ്ലേയേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പ്ലേയേഴ്സ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഫ്രാൻസിൻ്റെ മാച്ചിൽ തന്നെ ബോധിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 1-2 തവണ ഒഴിച്ചാൽ ആൾ 18 വയസ്സുള്ളൂ. പക്ഷേ ആൾ ബോൾ എത്ര അനായാസമാണ് ക്യാരി ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് എതിരാളി ഡിസീവ് ചെയ്ത് എന്താ പറയുക പറ്റിച്ചിട്ട് ബോളിലിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബോധ്യ ഈ ടൂർണമെൻറ്റിലെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സിലാണ്. അതുപോലെ മൻസമ്പി സ്വിറ്റ്സർലാൻഡിൽ ആദ്യ മാച്ചിൽ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. സെക്കൻഡ് മാച്ചിൽ എങ്ങാണ്ട് സബ്ബായിട്ട് ഇറങ്ങിയിട്ട് ഗോൾ അടിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ടീമിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇഞ്ചോർഡ് ആണ് അല്ലേ. സ്വിറ്റ്സർലാൻഡിന്റെ ആകെ നേരിട്ടുള്ള 9 ഗോളിൽ 5 ഗോളും കോൺട്രിബ്യൂഷൻ കറക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ അർജന്റീനയ്ക്കെതിരെ മാച്ചിലും മൻസമ്പി കൊണ്ടുവരുന്നൊരു ഫയർ ഉണ്ട്. അവർ നേരത്തെ അവിടെ ജർദാൻ ഷക്കീരി എന്ന് പറയുന്ന അവരുടെ ഇതിന് മുമ്പത്തൊരു ആൽപൈൻ മെസ്സി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടായിരുന്നു. ഷക്കീരിന് പോയതിനു ശേഷം അത്തരത്തിലൊരു ഫയർ പവറുള്ള പ്ലെയർ വരുന്നത് ഇപ്പോഴാണ്. മൻസമ്പി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹവും പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും ഇതുപോലെ വേറെ ടീമുകൾക്ക് കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഫ്രാൻസ് ടീമിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ മാനു കോണയും റാബിയോട്ടും തമ്മിൽ ആ ഒരു മിഡ്ഫീൽഡ് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് വലിയൊരു ഘടകം തന്നെയാണ്. അവരുടെ ഗോളുകൾ അടിക്കുന്നത് അറ്റാക്കേഴ്സ് ആണെങ്കിലും കോണ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ റാബിയോട്ടിനെ എനിക്ക് തോന്നുന്നു റാബിയോട്ട് എന്തുകൊണ്ട് ഈ ടീമിലുണ്ട് എന്നൊക്കെ എന്തുകൊണ്ടാണ് റാബിയോട്ടിനെ എല്ലാ ടീമിലും ഡെഷാംസ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഡെഷാംസിന് തന്നെയാണ് റാബിയോട്ടിൽ കാണുന്നത്. ആ ഒരു ഹാർഡ് വർക്കിംഗ്, ആ ഒരു വാട്ടർ കാരിയർ മെന്റാലിറ്റി ദശാംശത്തിന് തന്നെയാണ് റാബിയോട്ടിൽ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് റാബിയോട്ട്. അപ്പോൾ ആ റാബിയോട്ടിന് ഏജായി, നമ്മൾ ഇനി അപ്കമ്മിങ് ഒന്നല്ല, പക്ഷെ അതുപോലുള്ള പ്ലേയേഴ്സ് വേറെയും ടീമുകളിലുണ്ട്. അപ്പോൾ അവരുടെ ഇമ്പാക്റ്റും കൂടി ഒരാൾ ഗ്രാൻഡ് ഷാക്കയാണ്. അയാളുടെ 33 വയസ്സായി ഷാക്ക സ്വിറ്റ്സർലാൻഡിൽ. നമുക്കത് ഈ അർജന്റീന മാച്ച് കാണാൻ പറ്റും. ഷാക്കയാണ് ഈ വേൾഡ് കപ്പിൽ സ്വിറ്റ്സർലാൻഡിന് ഇതുവരെ ക്യാരി ചെയ്തത്. നിശബ്ദനായിട്ടുള്ള ഒരു ആക്ച്വലി ക്യാപ്റ്റൻ മെറ്റീരിയലാണ് ആൾ. ഈ മൻസബി മറ്റേ ഡബിൾ അടിച്ച മാച്ചിൽ മൻസബിക്ക് ആട്ടി കിടക്കാൻ ചാൻസ് ഇട്ടിരുന്നു, ഒരു പെനാൽറ്റി കിട്ടി. പക്ഷേ കിക്ക് എടുത്തത് ഷാക്കയാണ്. ഷാക്ക അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ഒരു ടഫ് മെൻറ്റാലിറ്റിയുള്ള മനുഷ്യനാണ്. അയാളുടെ അങ്ങോട്ട് പോയിട്ട് തർക്കിക്കാൻ പറ്റും. പക്ഷേ ആൾ ഒരു ലീഡറാണ്. അയാളെ ലൈഫും അങ്ങനെ തന്നെ. പിന്നെ എന്താ പറയുക, മറ്റേ അവിടുത്തെ യൂറോപ്പിലെ എന്താ പറയുക കുറേ പൊളിറ്റിക്കൽ വിഷയങ്ങളിലൊക്കെ അയാളുടെ ഫാമിലിയൊക്കെ പെട്ടിട്ട് ആകെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്, അൽബേനിയൻ വിഷയങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്, കുറേ ടീമുകൾ ഇങ്ങനത്തെ. ഇതിപ്പോൾ ഷാക്കക്ക് 13 വയസ്സ് ശേഷം യങ്ങായിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് അതൊരു
ഈ പറഞ്ഞ പോലെ ഇതൊരു ഈ വേൾഡ് കപ്പ് ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇപ്പോൾ 2022 വേൾഡ് കപ്പിലാണ് അർജന്റീന എന്ത് ചെയ്യുന്നത്, അവരുടെ മൊത്തം തലമുറയെ മാറ്റുന്നത് അല്ലേ. കുറേ പ്ലേയേഴ്സ് പുതിയതാണ് വന്നത്. ഇപ്പം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന പല കളിക്കാരും, അൽവാരസ് ആവട്ടെ, എൻസോ, മക്കാലിസ്റ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വരുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിലാണ്. ലോസൽസോ കളിച്ചില്ലെങ്കിലും ആ സമയത്താണ് അദ്ദേഹത്തിന് ടീമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, എല്ലാവരും മെസ്സി പോലെ 1-2 പേര് മാത്രമാണ് അതിൽ പിന്നെ പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അർജന്റീനയുടെ ആ കാലഘട്ടം കഴിഞ്ഞാണ്. ഇനി ഈ വേൾഡ് കപ്പിൽ ഒരുപക്ഷെ അടുത്ത വേൾഡ് കപ്പിൽ പോലും അർജന്റീനയ്ക്ക് യങ് പ്ലേയേഴ്സിന് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അടുത്ത വേൾഡ് കപ്പ് 2034 സൗദിയിലേക്ക് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഏറെക്കുറെ ഒരു പുതിയ ജനറേഷൻ വന്നുകൂടായുമില്ല. അതുപോലെ തന്നെ ഫ്രാൻസ് പിന്നെ ഓരോ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നിട്ട് പഴയ ഡ്രോപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഒരു ടീം സെറ്റായി കഴിഞ്ഞാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 8 വർഷം, ഒരു ഫുട്ബോൾ പ്ലെയർക്ക് ഒരു 8 വർഷം അയാളുടെ ഒരു പ്രൈം ആയിരിക്കും. ഒരു 23 മുതൽ ഒരു 32 വരെയൊക്കെ ഒരു പ്രൈം ടൈം ഉണ്ടാവും. പിന്നെയും അടിപൊളിയാണെങ്കിലാണ് ഒരു 35 വരെയൊക്കെ അവർ പോവുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചേഞ്ചസ് വരാൻ വലിയൊരു പാടാണ്. അല്ലെങ്കിൽ അത്രയും നല്ല പ്ലേയേഴ്സ് പുറത്ത് വരണം. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം 2018 ശേഷം പിന്നെ ഒരുപക്ഷെ ഇപ്രാവശ്യം അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും 2030 ആകുമ്പോഴേക്കും കുറേ നല്ല യങ് പ്ലേയേഴ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.